പ്രശ്നം അജയ്, കാരണം ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇരു രാജ്യങ്ങളും പാലിക്കാതെ പോകുമ്പോൾ അത് ഈ കരാറിന്റെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പിട്ട ഈ 14 ധാരണാപത്രത്തെ സംബന്ധിച്ച് പലതരം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു സമാധാന കരാർ ഇതുവരെ നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിലവിലൊരു ധാരണാപത്രമാണ് അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ നിലനിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് 60 ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നു. ഈ 60 ദിവസം ഈ സമാധാന കരാറിനെ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടന്നതിന് ശേഷം ഒരു കരാറിലേക്ക് എത്തിച്ചേരാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു പ്രാഥമിക നടപടിയാണ് ഇപ്പോഴുള്ള ധാരണാപത്രം. ഈ ധാരണാപത്രത്തിൽ തന്നെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള വിമർശനമുണ്ട്. പ്രത്യേകിച്ച് ഈ സമാധാന കരാർ ചർച്ചകൾക്ക് ശേഷം ഈ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ അത് ഇറാനും ഒമാനും സംയുക്തമായി നിർവഹിക്കും എന്ന് സമാധാന കരാറിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ 60 ദിവസത്തെ വെടിനിർത്തൽ പീരീഡിൽ ഈ മേഖലയിലൂടെയുള്ള സുരക്ഷിത യാത്ര ഇറാൻ വാഗ്ദാനം ചെയ്യണം. അതുപോലെ യാത്ര പൂർണ്ണമായിട്ടും സൗജന്യമായിരിക്കണം, ഒരു തടസ്സവും പാടില്ല എന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇറാന് മേഖലയിലുള്ള ഒരു സുരക്ഷയിൽ അതുപോലെ മേഖലയിലുള്ള ഒരു കപ്പൽ ഗതാഗതത്തിൽ മുൻഗണന നൽകുന്ന ഒരു വിഷയങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു കരാറിലുള്ളത് വലിയ തരത്തിൽ ഒരു അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം വന്നിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായും അതാണ് കാര്യം. നമുക്കത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന്റെ ഒരു ഭാവി സംബന്ധിച്ച് ഇപ്പോൾ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ഈ കരാറുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമല്ലാത്ത പല വ്യവസ്ഥകളും ഈ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ കൊണ്ടുവന്ന കരാറിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് ഈ കരാറിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. ഇതിനിടയിൽ അമേരിക്കയുടെ ഭാഗം ചേരരുത് എന്നാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമുക്കറിയാം അമേരിക്കയുടെ പല സൈനിക താവളങ്ങളും ഉള്ളത് ഗൾഫ് രാജ്യങ്ങളിലാണ്. ഇറാന്റെ താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും പുറത്തുള്ള ക്രമീകരണങ്ങളുമായി വരുന്ന കപ്പലുകൾക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പു നൽകാൻ കഴിയില്ല എന്നും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസെം ഖരീബാബാദി വ്യക്തമാക്കിയിരിക്കുകയാണ്.